പണം 40,70,000 ഉണ്ടെങ്കിലും അന്ന് വണ്ടിയിൽ ഈ പണം ഒന്നുമില്ലായിരുന്നു, ഒരു രൂപ പോലും ഇല്ലായിരുന്നു. എടുത്തു കൊണ്ടുപോയത് ഡമ്മി ചാക്കിൽ വെറുതെ കൊണ്ടുപോകുന്ന സാധനമാണ്. അത് നിങ്ങൾ കണ്ടാലറിയാം, വിഷ്വൽ കണ്ടാലറിയാം. ഒരു തുക കൊണ്ടുപോകുന്ന രീതി കണ്ടാൽ നമുക്ക് വളരെ മനസ്സിലാക്കാവുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ വളരെ പെർഫെക്റ്റ് പ്ലാനിംഗ് ആയിരുന്നു. ഞങ്ങൾ അതിലും പെർഫെക്റ്റ് അന്വേഷിച്ചു. 19-ാം തീയതി ഉച്ചയോടുകൂടി കേരളാൻ്റെ ഹോസ്പിറ്റലിലെ പാർക്കിംഗ് പ്ലേസിൽ നിർത്തിയിട്ടിരുന്ന ഒരു വണ്ടിയുടെ ചില്ലടിച്ചു പൊട്ടിച്ച് 40,20,000 രൂപ മോഷണം പോയി എന്ന ഒരു പരാതി വന്നിരുന്നു. സംഭവം നടന്നിട്ട് ഒരു ഇൻഫർമേഷൻ വന്നെങ്കിലും പരാതിക്കാരൻ ശരിയായൊരു പരാതിയുമായിട്ട് നമ്മളെ സമീപിക്കുന്നത് പിറ്റേന്നാണ്. അവിടെ മുതൽ പോലീസിനൊരു ഇക്കാര്യത്തെപ്പറ്റി കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. എന്നാലും അതെന്ത് പല കാര്യങ്ങളും കൊണ്ടാവാം, അതുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തേണ്ടതുകൊണ്ട് ഞങ്ങൾ വളരെ ഓരോ ഭാഗവും കൃത്യമായി പരിശോധിച്ച് ചെറിയ വിഷ്വൽസ് മുഴുവൻ പരിശോധിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. അവിടെ കിട്ടിയ വിഷ്വൽ വളരെ നേരത്തെ ഒരു വിഷ്വലാണ്. അതിനാണെങ്കിൽ ആളെ നേരിട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു. ഒരു വാഹനം തിരിച്ചറിഞ്ഞു, ആ വാഹനത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് പോലീസ് നടപടിയുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ പ്രതികളെ ആദ്യം ഈ വാഹനത്തിൽ വന്ന് മോഷണം നടത്തിയ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചു. ആ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ഇത് ഒരു നല്ലൊരു നാടകമായിരുന്നു, ഈ ഭാഗത്ത് നടക്കുന്ന വെടിപ്പ് പോലത്തെ ഒരു കേസാണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. ഇതിൽ ബന്ധപ്പെടുന്ന ഇയാൾ ഈ പരാതിക്കാരൻ്റെ ഫാദറിലോ ഏൽപ്പിച്ച ഒരു പണം, ഒരാളെ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച പണം, ആ പണം കാറിൽ വെച്ച് കൊണ്ടുവന്നു, കാർ ഇവിടെ പാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്ന വഴിക്ക് പോയി എന്നൊരു കഥ ഉണ്ടാക്കുകയാണ്. ഈ 40 ലക്ഷം രൂപ അയാളുടെ തുകയും 20,000 രൂപ ഈ പരാതിക്കാരൻ്റെ തുകയും എന്നാണ് പറഞ്ഞത്. പരാതിക്കാരൻ റയീസ് എന്നാണ് അവരുടെ പേര്. ഇതൊരു ബിസിനസ് നടത്തുന്ന ആളാണ്, വാഹനങ്ങളൊക്കെയുള്ള ഉടമയൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ കച്ചവടങ്ങളൊക്കെ, വണ്ടി കച്ചവടവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. അവൻ ഉപയോഗിച്ചിരിക്കുന്ന 2 പേരെ സാജിദ് എന്ന ഷാജിയും ജംഷീദുമാണ് നമുക്ക് ഇവനെ ഉപയോഗപ്പെടുത്തിയ ആൾക്കാർ. ഇവരെ പോലീസിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് ദൂരം വണ്ടി പോയിട്ട് ആ വണ്ടിയിൽ നിന്ന് ബാക്കിലുള്ള ആൾ ഇറങ്ങുകയും പിന്നെ ഒറ്റയ്ക്ക് ഒരാൾ പോവുകയും കുറച്ച് ദൂരം മാറിയ ശേഷം വീണ്ടും ഡ്രസ്സ് മാറുകയും വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകൾ 2 നമ്പർ പ്ലേറ്റുകളായിരുന്നു ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത്. വ്യാജ നമ്പർ പ്ലേറ്റുകൾ വെച്ചിട്ടായിരുന്നു പോയിരുന്നത്. അതും അപ്പോൾ നമുക്ക് വണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ആ വണ്ടിയുടെ മറ്റ് തെളിവുകളൊക്കെ നമ്മൾ ശേഖരിച്ചു വരികയാണ്. ഇനി ഇതിനകത്തുള്ളത് ഈ റയീസിനെ സംബന്ധിച്ചിടത്തോളം പരാതി ഇയാൾ കൊടുത്തിരുന്നെങ്കിലും ആ കേസ് മാറ്റി ഞങ്ങളൊരു ചീറ്റിംഗ് കേസാക്കിയിട്ട് മാറ്റിയിട്ട് ഈ കേസ് തുടർന്ന് അന്വേഷിക്കും. സാധാരണഗതിയിൽ ഇവരെ ധാരണ ഇങ്ങനത്തെ പണം നഷ്ടപ്പെട്ടാൽ പോലീസിന് കേസ് ഉണ്ടാവില്ല, അല്ലാതെ ഒരു പെറ്റീഷനായി തീർക്കുമെന്ന രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ പിടിക്കപ്പെട്ടാൽ തന്നെ 5-6 മാസം കൊണ്ട് പൈസ കൊടുത്ത് തീർക്കാം എന്നൊരു ധാരണ വെച്ചിട്ടാണ് ഇത്തരം പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അത്തരം ചിന്തകൾ കട്ട് ചെയ്യുകയാണ്. ഇത്തരം മോഷണമുണ്ടായി ഞങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയുമായിട്ട് തന്നെ പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇത് മറ്റുള്ളവർക്ക് സന്ദേശമാണ്. കാരണം അവർ കിട്ടിയിരിക്കുന്നത് ഒരു 90,000 രൂപയ്ക്ക് കൊട്ടേഷൻ എടുത്തിരിക്കുന്നതാണ്. ഒരു ചെറിയ തുകയ്ക്ക് കൊട്ടേഷൻ എടുത്ത് ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് പറ്റാൻ പോകുന്നത് അവർ ജീവിതം മുഴുവൻ പോകുന്ന രീതിയിൽ ഇത്തരം കളവ് കേസ് പ്രതിയായി, ഇത്തരം ചീറ്റിംഗ് കേസ് പ്രതിയായി നാട് മുഴുവൻ ഒരു അവരുടെ ആ ക്രെഡിബിലിറ്റി പോകുന്ന രീതിയിലേക്ക് ആകുമെന്നും ഈ പരിപാടി എളുപ്പമല്ലാന്ന് തോന്നിക്കണമെങ്കിൽ ഇത് കർശനമായ നടപടി വേണം. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായിട്ട് ഇതിന് തുടർന്ന് അന്വേഷണം ബാക്കി മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൽ ഈ പണത്തിൻ്റെ ഉറവിടത്തെ പറ്റിയിട്ട് കാര്യങ്ങൾ കുറച്ച് രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ രേഖകളുടെ നിജസ്ഥിതി പരിശോധിക്കും. ആ നിജസ്ഥിതി പരിശോധിച്ച ശേഷം മറ്റ് നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതാണ്. പണം 40,70,000 ഉണ്ടെങ്കിലും അന്ന് വണ്ടിയിൽ ഈ പണം ഒന്നുമില്ലായിരുന്നു, ഒരു രൂപ പോലും ഇല്ലായിരുന്നു. എടുത്തു കൊണ്ടുപോയത് ഡമ്മി ചാക്കിൽ വെറുതെ കൊണ്ടുപോകുന്ന സാധനമാണ്. അത് നിങ്ങൾ കണ്ടാലറിയാം, വിഷ്വൽ കണ്ടാലറിയാം. ഒരു തുക കൊണ്ടുപോകുന്ന രീതി കണ്ടാൽ നമുക്ക് വളരെ മനസ്സിലാക്കാവുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ വളരെ പെർഫെക്റ്റ് പ്ലാനിംഗ് ആയിരുന്നു. ഞങ്ങൾ അതിലും പെർഫെക്റ്റ് അന്വേഷിച്ചു. അല്ല, മണി വൈറ്റ് ആണോ മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടല്ല, അവർ തന്ന പണത്തെ പറ്റിയുള്ള സോഴ്സ് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. ബാക്കി അതിന് ഡീറ്റെയിൽ എടുക്കണം. അവർ കുറച്ച് രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ രേഖകൾ ഇപ്പോൾ കുറഞ്ഞ സമയം കിട്ടിയിട്ടുള്ളൂ. ആ രേഖകളുടെ നിജസ്ഥിതി എന്താണെന്നുള്ള അന്വേഷിക്കും. അത് ശരിയാണെങ്കിൽ ആ രീതിയിൽ പോകും, ശരിയല്ല എന്നുണ്ടെങ്കിൽ മറ്റു നടപടിയിലേക്ക് പോകും. ഇല്ല, പണമില്ല. പണം ചിലവായി പോയതുകൊണ്ട് ഇവ 2 മാസം മുമ്പേ കൊടുത്തിരുന്ന തുകയാണ്, പലപ്പോഴേ കൊടുത്ത തുകയാണ്. ഫാദറിൻ്റെ 2 മാസം മുമ്പേ പലപ്പോഴേ കൊടുത്ത് ഏൽപ്പിച്ച തുക ഫാദറിൻ്റെ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇയാളെ എടുത്ത് ഏൽപ്പിച്ചതാണ്. പെട്ടെന്ന് ആവശ്യം വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവർ ബിസിനസ്സിൽ ഉള്ളൊരു തുകയാണ്. അപ്പോൾ ആ തുക പെട്ടെന്ന് കൊടുക്കണമെങ്കിൽ ഇവൻ്റെ അടുത്ത് വെച്ചാലേ നടക്കുള്ളൂ എന്നുള്ളതോട് കൂടി ഏൽപ്പിച്ചതായിരുന്നു. ഇവനിതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവന് വിശ്വാസത്തിൻ്റെ മുകളിൽ ചെയ്ത പരിപാടിയാണ്.
അപ്പോൾ ഇവൻ അവിടെ നിന്ന് പൈസ റോൾ ചെയ്ത് പോയതുകൊണ്ട് പെട്ടെന്ന് പൈസ വെക്കാനില്ലാത്തത് കൊണ്ട് ഒരു നാടകം കളിച്ചു എന്നാണ് പറയുന്നത്. അതും നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കേണ്ടതുണ്ട്. നമ്മൾ വീട് പരിശോധിച്ചാലും മറ്റു കാര്യങ്ങളിലൊന്നും മറ്റു പണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്യാവശ്യം ബാധ്യതയുള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട്. സുഹൃത്തുക്കൾ കൊട്ടേഷൻ കൊടുത്താണ്. അതെ, അതും ഇവർ തമ്മിൽ ഇടപാടുകളുണ്ട്, ക്യാഷ് ഇടപാടുകളുണ്ട് ഇവർ തമ്മിൽ. ഷാജിദ് എന്ന ഷാജിമൻ, ഷാജിദ് എന്ന ഷാജി, സാജിദ് എന്ന ഷാജി, അതുപോലെ തന്നെ ജംഷീദ്, ഇവർ ജംഷീദ് മനസ്സിലാ ആനക്കുഴിക്കരക്കാരാണ് ഇതിൻ്റെ പേര്. കേസെടുത്തത് മോഷണത്തിനാണ്. ഇപ്പോൾ നമ്മൾ മോഷണം എന്നതിൽ മാറിയിട്ട് ചീറ്റിങ്ങിലേക്ക് മാറുകയാണ്. മോഷണമല്ല ഉണ്ടായത്, മോഷണം നടത്തുന്നു എന്ന രീതിയിൽ വന്നിട്ട് അപ്പം ഇതിൻ്റെ യഥാർത്ഥ ഉടമ പണം നഷ്ടപ്പെട്ട ആളുടെ പരാതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിശ്വാസവഞ്ചന അടുത്ത രീതിയിലേക്ക് നമുക്ക് കേസ് മാറ്റം വരും. ഭാര്യ പിതാവ് പരാതി പറഞ്ഞാൽ ഭാര്യ പിതാവേക്കാളേറെ പണം നഷ്ടപ്പെട്ട ആളുണ്ടല്ലോ, അയാൾക്ക് പരാതിയുണ്ട്. അവരുടെ പരാതിയുടെ നമ്മൾ ജലനോടല്ല അല്ല അല്ല, ഭാര്യ പിതാവ് ഒരു കമ്പനിയിലൊരു മാനേജറാണ്. അയാളെ കമ്പനിയിൽ ഏൽപ്പിച്ച തുകയാണ്. അപ്പോൾ അവരുടെ തുകയാണെന്നാണ് പറയുന്നത്. അത് കൂടുതൽ വെരിഫൈ ചെയ്തതിനു ശേഷം മറ്റ് വിശദ വിവരങ്ങൾ നമുക്ക് തരാൻ പറ്റുള്ളൂ. പിടിക്കുന്നത് ഇൻസ്പെക്ടർ ജിജീഷ്, അതുപോലെ തന്നെ അരുൺ SI, വിശാൽ, അതുപോലെ ആദിൽ, ഷാഫി, റഷീദ്, ലാലിജ്, ജിനേഷ് തുടങ്ങിയ ഒരു ടീമാണ്. ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമും ജില്ലയിലുള്ള നമ്മുടെ ടീമും എല്ലാം കൂടിയിട്ട് ഒരു ടീം വർക്കായിരുന്നു. ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, പോലീസിന് ഞാൻ ബ്രീഫ് ചെയ്ത് ഞാനാണെങ്കിലും ഞങ്ങളെല്ലാവരും കൂടി ഒരു ടീമിൻ്റെ എഫേർട്ടാണ്. ഇതിന് നമുക്ക് നെറ്റ് എടുത്തു തന്ന ആൾക്കാരുണ്ട്. ദിവസങ്ങളോളം ഇവർ പോയ ഓരോ ഭാഗങ്ങളും നോക്കി പോയി വിഷ്വൽ എടുത്ത പോലീസുകാരുണ്ട്. ആ പോലീസുകാരുടെ ഒക്കെ എഫേർട്ടാണ് ഇതിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത്.